മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ ആകെ വിഷമത്തോടെയും സങ്കടത്തോടെയും കൂടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ മഞ്ജുവിനെയും സാഗരയും കൊണ്ടേ വീട്ടിലാക്കുകയാണ്. ലോപ്പസിനെയും വീട്ടിലാക്കിയതിന് ശേഷം നേരെ വരുന്നത് കമലേശ്വരം ഓഫീസിലേക്കാണ് കേട്ടോ. അവിടെ വന്നിട്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുകയാണ്, ഞാൻ പോകുമ്പോഴേക്കും അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് പറയുകയാണ്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പോകുമ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു, കണ്ണൻ സാർ എന്നോട് ക്ഷമിക്കണമെന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മി ആകെ അന്തം വിട്ടു പോവുകയാണ്. ഇനി എന്തൊക്കെ വരും, എന്തൊക്കെ നടക്കുന്നുള്ളത് അറിയില്ല. മാർക്കോ, നിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല, നീ ഞങ്ങളെ ചതിക്കുമെന്നും വിചാരിച്ചില്ല, നീ ശരിക്കും ഒരു വിശ്വാസവഞ്ചനയാണ് നീ ചെയ്തത് എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. നീ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുപാട് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് നന്മകളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റില്ല എന്ന് പറയണം കേട്ടോ. അത് കേട്ടതോട് കൂടിയിട്ട് മാർക്കോ ആകെ വിഷമത്തോട് കൂടിയിട്ട് കമലേശ്വരത്തു നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാർക്കോ വരുന്ന വഴി തന്നെ മേഘനാഥ് അങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. മാർക്കോയെ ഇങ്ങനെ വണ്ടി നിർത്തിപ്പിക്കുകയാണ്. നിർത്തിയതിന് ശേഷം മാർക്കോ ചോദിക്കും, എന്താ എന്നെ കാത്ത് ഇവിടെ നിൽക്കുന്നത് ചോദിക്കും. നിന്നെ കാത്ത് ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയുമല്ലോ, നിന്നെ ഒന്ന് കാണടാ എനിക്ക് പറയും കേട്ടോ. അതേസമയം മാർക്കോയാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് ആണ് മേഘനാഥൻ്റെ വിശ്വാസം. സാഗറുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. അതേസമയം മേഘനാഥൻ മഞ്ജുവിനോട് മാർക്കോയോട് ചോദിക്കുകയാണ്, എവിടെടാ എൻ്റെ ഭാര്യ എവിടെ, നീ എവിടെയെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചത്, മര്യാദയ്ക്ക് നീ അവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടോ, എനിക്ക് എന്തായാലും എൻ്റെ ഭാര്യയെ വേണം എന്നിങ്ങനെ പറയുന്നു. നിൻ്റെ ഭാര്യ എവിടെയെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മേഘനാഥൻ വിളിച്ച് പറയണം ഗുണ്ടകളുടെ അടുത്ത്, ഇവനെ അടിച്ച് ശരിയാക്കിന് എന്ന് പറയണം കേട്ടോ. അതേസമയം മാറി നിന്ന ഗുണ്ടകൾ മാർക്കോയെ വന്ന് അടിച്ച് വീഴ്ത്തുകയാണ് കേട്ടോ. അതിനുശേഷം മാർക്കോ അവിടെ നിന്ന് എണീക്കുകയാണ്. മാർക്കോ പറയേണ്ട, നീ എന്നോട് കളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കില്ല. നീ എന്തായാലും നീ എനിക്ക് തന്നതല്ലേ, അത് നിനക്ക് തരണം, അത് എൻ്റെ പെണ്ണിനെ നീ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു തരുകയും വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഗുണ്ടകളെല്ലാം അടിക്കുകയാണ്. അവിടുന്ന് എണിച്ചതിന് ശേഷം മാർക്കോയെ മേഘനാഥൻ തോക്കെടുക്കുകയാണ്. ഇന്നത്തോടു കൂടി നിൻ്റെ അവസാനമാണ്, അതുകൊണ്ട് എൻ്റെ പെണ്ണ് എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് നീ വിളിച്ച് പറയണം, ഇപ്പോൾ ഈ നിമിഷം ഇവിടെ എത്തിപ്പിക്കണം, നീ ഫോൺ എടുക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. മാർക്കോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം പകച്ചു പോവുകയാണ്. അതിനുശേഷം മാർക്കോ തിരിച്ച് മേഘനാഥന് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാർക്കോ ഇത്രയും എല്ലാവരെയും അടിച്ച് പരവസ്ഥാക്കിയതിന് ശേഷം മാർക്കോയെ ഒരിക്കലും മേഘനാഥനെ അടിച്ച് നിർത്താൻ അറിയില്ല. മാർക്കോ പറയുന്നുണ്ട്, നിൻ്റെ പെണ്ണിനെ ഞാനല്ല കെട്ടിയത്, എനിക്കതിൻ്റെ ആവശ്യവുമില്ല, നിൻ്റെ പെണ്ണ് ആരുടെ കൂടെയെന്ന് നീ ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കും, നീ നല്ലതാണെങ്കിൽ നിൻ്റെ പെണ്ണ് വേറൊരാളുടെ കൂടെ പോവില്ലല്ലോ, നീ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ നടക്കുകയല്ലേ, അത് നിൻ്റെ കഴിവുകേടാണ്, അതിന് നീ എന്നെ ചോദ്യം ചെയ്യണ്ട, ഇന്ന് നീ എന്നെ അടിച്ചു, ഇനി മേലിൽ ഈ പേരും പറഞ്ഞ് എന്നെ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് മാർക്കോ മേഘനാഥനെ ചുരുട്ടി കൂട്ടുകയാണ്.